Dear friends, I am Shashidharan, Managing Director of IES Kollam, the famous bank coaching center. That all over India, definitely that we are having that much number of friends, students are working. Our 35 years, very effective coaching. Definitely that will be the reason for all this. അപ്പം ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറയുമ്പോഴേക്ക് ഇതൊന്നുമല്ല. എല്ലാവർക്കും പഠിത്തം കഴിയുക, ഹയർ സ്റ്റഡീസിന് പോവുക, ഫോറിൻ ട്രാവൽ നടത്തുക. എപ്പോഴും ഫോറിൻ സ്റ്റഡീസ് നല്ലത് തന്നെയാണ്. ഇപ്പം നമ്മൾ അത്രത്തോളം ഹയർ സ്റ്റഡീസിലേക്ക് പോകാനും സബ്ജക്റ്റിൽ റിസർച്ച് ഓറിയൻറ്റായിട്ട് പോകാനും അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് പ്ലാനിങ് ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഹയർ സ്റ്റഡീസിൽ പോകുന്നതിന് കുഴപ്പമില്ല. നല്ല സ്കോളർഷിപ്പുള്ള യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ പഠിച്ച സബ്ജക്റ്റിൻ്റെ അപ്ഗ്രേഡ് ചെയ്യാം. ഇതൊക്കെ പ്ലാനിങ് ആണ്. അല്ല നമുക്ക് എന്തെങ്കിലും ഒരു ജോബ് പഠിക്കുമ്പം അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ആ ഒരൊറ്റ കാര്യം വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിട്ടാണ് നമ്മളുടെ ആസറ്റ്സ് എല്ലാം പണയപ്പെടുത്തിയിട്ടാണ് നമ്മുടെ പേരൻസ് നമ്മളെ അതിനെയൊക്കെ അയക്കുന്നത്. സാലറി മാത്രം നമ്മൾ ബ്ലൈൻഡായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് 5 lakhs 7 lakhs ആണ്. ആ 5 lakhs 7 lakhsന് ഇക്വലൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു 70,000 കേരളത്തിൽ കിട്ടുകയാണെങ്കിൽ അല്ല ഇന്ത്യയിൽ കിട്ടുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. അതിന് ഇക്വലൻ്റാണ് 5 lakhs 7 lakhs എന്ന് പറഞ്ഞാൽ. ഇപ്പം നോർവേയോ സ്വീഡനോ ഏത് കൺട്രി പോയാലും അത്രത്തോളം സാലറി കിട്ടുമ്പം അതിൻ്റെ ടാക്സ് പോർഷൻസ് വലിയ ഭീമമായ ഒരു ടാക്സ് പോർഷനാണ്. എക്സ്പെൻഡിച്ചർ അതുപോലെയാണ്. അക്കോമഡേഷൻ അതുപോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വലിയൊരു കോസ്റ്റ് ഫാക്ടറാണ്. പിന്നെ നമ്മൾ പഠിത്തത്തിൻ്റെ സമയത്ത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ചെന്ന് പഠിക്കുമ്പം വലിയൊരു ബാധ്യത ഉണ്ടാക്കി പഠിക്കുമ്പം തന്നെ നമ്മൾ പാരലായിട്ട് ജോബ് ചെയ്തിട്ട് അത് കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ അത് എല്ലാ കാലത്തും ഒരുപോലെ നടക്കുകയില്ല. അവർക്കുള്ള ഏറ്റവും വലിയ പ്രോബ്ലം മാൻ പവറാണ്. മാൻ പവർ നോട്ട് അവൈലബിൾ. അതല്ലേ US പറഞ്ഞിട്ടില്ലേ, US പോകുമ്പം നമ്മൾ പെയിൻറ്റിങ് അല്ലെങ്കിൽ ക്ലീനിങ് ഇതൊക്കെ ഇമ്പോസിബിളാണ്. അതിനൊരാളിനെ കിട്ടുകയില്ല. കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ഡോക്ടർ പോലും തമാശയായിട്ട് പല കഥകളും കേൾക്കാം. ഡോക്ടർ പ്ലംബറായിട്ട് പോകുന്നു. ഇപ്പോൾ പ്ലംബിങ്ങിന് കിട്ടുന്ന പൈസ അത്ര അധികമാണ്. ഡോക്ടർക്ക് കിട്ടുന്നതിനെക്കാട്ടിൽ കൂടുതൽ പ്ലംബിങ്ങിന് പോയാൽ കിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വേറെ ഒരു ലേബർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെമ്പററി നമ്മൾ സ്റ്റോർ റൂമിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോബുകളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഫോറിൻ സ്വപ്നം കാണുന്ന ഒരിക്കലും നമ്മൾ ശാശ്വതമല്ല. പിന്നെ ഇൻ്റർനാഷണലായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഉണ്ട്. ഗ്രോത്ത് വരുമ്പോൾ എപ്പോഴും ജലസിയാണ്. വേറുള്ള കൺട്രികൾ ഏത് തരത്തിലും ആ കൺട്രിയെ നശിപ്പിക്കാൻ ശ്രമിക്കുക. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഗ്രോത്ത് കണ്ടിട്ട് വളരെ ജലസിയായിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള പല കൺട്രീസും നമ്മൾക്കെതിരെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ലോകത്ത് എപ്പോഴും വരാം. എപ്പോഴും ഈ പ്രോബ്ലംസ് വരുമ്പം ഫേസ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന ആരാണ്? അവിടെ വേറെ നോൺ റെസിഡൻസ് ആയിട്ടുള്ള അവിടെ വന്ന് താമസിക്കുന്ന ആളുകളാണ്. വേറെ രാജ്യത്തു നിന്ന് വരുന്നവരാണ്. സിറ്റിസന് പിന്നെ വേറെ മാർഗ്ഗമല്ല, അവിടെ നിന്നേ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ലൈഫിൻ്റെ ടോട്ടൽ പ്ലാനിങ് നടത്തുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരുപാട് ബിസിനസ്സുകളുണ്ട്, ഒരുപാട് ജോബുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഇന്ത്യയിൽ നിന്നുണ്ട്. ലോകത്തെല്ലാ കൺട്രിയിൽ നിന്നും ബിസിനസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു കാലമാണ് ഇപ്പം വരുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം തന്നെ അതിൻ്റെ ഒരുപാട് എക്സാമ്പിളാണ്. ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ടെക്നിക്കലി വി ഷുഡ് ബി ക്വാളിഫൈഡ്. ഏത് കാര്യത്തിനായാലും നമ്മളിപ്പോൾ അക്കൗണ്ടൻസി ആണെങ്കിലും ഏത് കാര്യത്തിൽ നമ്മൾ ഏബിളായിരിക്കണം. അങ്ങനെ എബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെ നിന്നുകൊണ്ട് വേണമെങ്കിലും ഇപ്പോൾ ടെക്നോളജിയുടെ ഗുണം കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാം. അക്കൗണ്ടൻസിയൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ തരത്തിലൊരു ചിന്തയോടെ നിന്ന് ജോബ് വാങ്ങാനായിരിക്കണം. അല്ലാതെ ഒരു ഫോറിൻ അസൈൻമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്യൂട്ടബിളായിട്ട് പ്രസൻറ്റ് സിറ്റുവേഷനിൽ തോന്നുന്നില്ല. അത് തെറ്റിദ്ധരിച്ചിട്ടാണ് പലരും. പക്ഷേ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് വേണം അവരുടെ ലൈഫ്. അതിനുള്ള റൈറ്റ് ടൈം ഈ ഡിഗ്രി കഴിയുമ്പം അതാണ് റൈറ്റ് ടൈം. അതുപോലെ പബ്ലിക് സെക്ടർ ജോബാണ് അടുത്ത ഓപ്ഷൻ. അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ പബ്ലിക് സെക്ടർ ജോബിന് അത്ര അധികമുണ്ട്. ലൈഫ് ലോങ് പ്രൊട്ടക്ഷനാണ്. ഫിനാൻഷ്യലി അല്ല സേഫ്ലി എവറിത്തിങ് ക്യാൻ മാനേജ്. അതാണ് ഈ ഒരു പബ്ലിക് സെക്ടർ ജോബിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മുടെ ലൈഫ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ദാറ്റ് വിൽ ബി എ ഗോൾഡൻ ഏജ്. ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി എ ഗോൾഡൻ ഏജ്. ഡെഫിനറ്റ്ലി ഹാവ് ടു തിങ്ക് ബേസ്ഡ് ഓൺ ദി സെയിം. ഓക്കെ, താങ്ക് യു. നമ്മൾ IES പോലുള്ള സ്ഥാപനത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്താൽ
നിങ്ങൾക്ക് എന്ത് ഹെൽപ്പും ഏത് ലെവലിലേക്ക് എത്താനും നിങ്ങൾക്ക് കഴിയും. ഒരു അമേസിങ് ലെവലിലേക്ക് നിങ്ങളുടെ ഒരു കഴിവ് നമുക്ക് ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, താങ്ക് യു.